നമസ്കാരം. തമിഴിലെ ഹിറ്റ് മേക്കറും നടനുമായ ഭാരതിരാജയുടെ മകൻ നിര്യാതനായി. ഇന്നലെ വൈകുന്നേരവും മറ്റോ ആയിരുന്നു മരണം. അദ്ദേഹത്തിൻ്റെ പേര് മനോജ് കുമാർ. 48 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ഒരു നടനാണ്. എന്നാൽ ഹിറ്റ് മേക്കറുടെ മകനായതുകൊണ്ടോ മറ്റോ ആണെന്ന് തോന്നുന്നു വേണ്ടത്ര സിനിമയിൽ ശോഭിക്കാൻ അദ്ദേഹത്തിനായില്ല. ഈ അടുത്ത കാലത്ത് ഹാർട്ട് സർജറി ഓപ്പറേഷൻ മറ്റോ ചെയ്ത് വിശ്രമത്തിലായിരുന്നു എന്നാണ് വാർത്താമാധ്യമങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ മരണവിവരം ഇവിടെ അറിയിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനോജ് കുമാറിൻ്റെ ഭാര്യ മലയാളിയാണ്. ജില്ല ഏതാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഒരു വടക്കൻ ജില്ലക്കാരിയാണ്. 2 പെൺകുട്ടികളുണ്ട് മനോജ് കുമാറിന്. ഈ അടുത്ത കാലത്ത് വീഡിയോകളിൽ ഭാരതിരാജയെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് മിക്കവാറും ഇദ്ദേഹം ഒരു 6 മാസം തയ്ക്കുകയില്ല, അതിനു മുമ്പേ മരണപ്പെടും എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ വരെ ബുദ്ധിമുട്ടാണ്. 2 കൈയിലും പിടിച്ച് സഹായിച്ച് വേണം അയാളെ കൊണ്ട് നടത്തിക്കാൻ. അത്രയ്ക്കും അവശനായി. വാർദ്ധക്യത്തിൻ്റെ മറ്റുമാണ്. നമുക്കറിയാമല്ലോ, 80 വയസ്സിൻ്റെ അടുത്ത് പ്രായമുണ്ടോ മനുഷ്യന്. എന്നാൽ ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല. ഇന്നത്തെ നമ്മൾ പത്രമാധ്യമങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഏത് പത്രമാധ്യമങ്ങൾ എടുത്ത് നോക്കിയാലും ഒരു 10 മരണവാർത്ത റിപ്പോർട്ടുണ്ടെങ്കിൽ അതിലൊരു 7 എണ്ണം വരെ ഏതാണ്ട് 60 വയസ്സിന് താഴെയുള്ള കേസുകൾ തന്നെ. 50 പെടുന്ന കേസുകൾ തന്നെ. 50, 55, 45, 48, 38, അതായത് 30-നും 55-നും ഇടയിലുള്ള കേസുകളാണ് ഇന്നിപ്പം ധാരാളം ഭൂരിഭാഗം വരുന്നത്. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ പത്രമാധ്യമങ്ങൾ തുറന്ന് ചരമകോളം നോക്കിക്കഴിഞ്ഞാൽ മിനിമം 60, 65, 68, 70, 72 എന്നിങ്ങനെ 90 വരെയുള്ളതാണ് ഭൂരിഭാഗം ഞാൻ കണ്ടിട്ടുള്ള വാർത്തകൾ. അതായത് പണ്ടെന്ന് ഉദ്ദേശിച്ചത് ഒത്തിരി പണ്ടല്ല, 2000-ന് മുമ്പ് വരെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ 2010 കഴിഞ്ഞുള്ള കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചുമാണ്. ഇനി അങ്ങോട്ട് ഇതുവരെയുള്ള സംഭവങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 30-നും 50-നും ഇടയ്ക്കുള്ള കേസുകളാണ് ധാരാളം സംഭവിച്ചുകൊണ്ടിരിക്കുക. ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ മനുഷ്യൻ ഉന്നത നിലവാരം പുലർത്തുമ്പോഴും പ്രകൃതി ആവട്ടെ മനുഷ്യൻ്റെ ആയുസ് വല്ലാതെ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ ഒരു 50 വയസ്സ് കഴിഞ്ഞുള്ള ഓരോ ദിവസങ്ങളും, ശേഷിച്ച ഓരോ ദിവസങ്ങളും, നമ്മൾ എത്ര വയസ്സ് വരെ ജീവിക്കുന്നുവോ ആ കാലം വരെയുള്ള ദിവസങ്ങൾ 50 വയസ്സ് മുതൽ അങ്ങോട്ട് നമുക്ക് തുടങ്ങുകയാണ്. മരണത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കുകയാണ്. എന്നാൽ ഇന്ന് നേരെ തിരിച്ചുമായിപ്പോയി. 30 മുതലങ്ങ് ആരംഭിച്ചേക്കും. 30 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരണത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. എന്നാൽ വളരെ ചുരുക്കം കേസുകൾ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് ഒരു 60-ൻ്റെ മേളിലോട്ട് പോകുന്നുള്ളൂ. നമുക്ക് ചുറ്റും 70-ഉം 80-ഉം എത്തിയ വ്യക്തികൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. അത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. നല്ല ആരോഗ്യസ്ഥിതിയോടെ ജീവിക്കുന്നവരുണ്ട്. ഈ പറഞ്ഞ പോലെ പഴയ ആഹാര രീതി, പഴയ ജീവിത ശൈലികൾ ഒട്ടും തന്നെ മാറാതെ സൂക്ഷിച്ചു വരുന്ന വ്യക്തികളായിരിക്കാം ഇത്തരം വ്യക്തികൾ. അല്ലാത്തവരൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ കൃത്യമായി ഇപ്പോഴത്തെ രീതി എന്ന് പറയുന്നത് ഭക്ഷണത്തിന് നമ്മൾ യാതൊരു തരത്തിലും വില കൽപ്പിക്കുന്നില്ല. കാരണം അങ്ങനെയാണ്. ഇപ്പം ധാരാളം നമുക്ക് വളരെ അപൂർവം വ്യക്തികൾ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു കൃത്യസമയങ്ങളിൽ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നുള്ളൂ. അല്ലാത്തവരൊക്കെ രാവിലത്തെ ഭക്ഷണം 8-ന് കഴിക്കേണ്ട ഭക്ഷണം മിക്കവാറും കഴിക്കാറില്ല. അല്ലെങ്കിൽ 11-നായിരിക്കും കഴിക്കുന്നത്. ഉച്ചയ്ക്കത്തെ 2 മണിക്ക് മുന്നേ കഴിക്കേണ്ട ഭക്ഷണം ചിലപ്പോൾ 4 മണിക്കായിരിക്കും കഴിക്കുന്നത്. വൈകിട്ടത്തെ അത്താഴമാവട്ടെ ഒരു നേരത്താണ് കഴിക്കുന്നത്. എറണാകുളത്തൊക്കെ ചെന്നാൽ കാണാം, രാത്രി നട്ടപ്പായിര ആണെങ്കിലും ഹോട്ടലുകളിൽ ഹൗസ്ഫുള്ളാണ്. ഭക്ഷണം കഴിക്കാനായിട്ട് രാത്രി 9 മണിക്കും 10 മണിക്കും മുന്നേ കഴിക്കേണ്ട അത്താഴമാണ് ഈ നട്ടപ്പായിരയ്ക്ക് വന്ന് വെച്ച് താങ്ങുന്നത്. ഇത്തരം ജീവിതശൈലികൾ കൊണ്ടൊക്കെ ആവാം നമ്മുടെ ആയുസ് കുറഞ്ഞതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോഴത്തെ കഴിക്കുന്ന ആഹാരത്തിൽ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ഭക്ഷണങ്ങളെന്നൊക്കെ പറയുന്ന ആഹാരം തന്നെ നല്ലൊരു ഔഷധമായിരുന്നു. ഇന്നിപ്പം ആഹാരം തന്നെ നേരെ തിരിച്ചാണ്. അന്നേരത്തെ വിശപ്പടങ്ങുന്നു എന്നല്ലാതെ അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് കാലക്രമേണ നമുക്ക് തരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ തന്ത ഉടൻ തന്നെ മരണപ്പെടും എന്നാണ് ഞാൻ ഓർത്തത്. തന്തയെന്ന് ഉദ്ദേശിച്ച ഭാരതിരാജയാണ്. അയാളുടെ ആരോഗ്യസ്ഥിതി കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്.
പക്ഷേ ഒരിക്കലും ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ആളാണ് പോയത്. അദ്ദേഹത്തിനാണ് വേറെ മക്കളുമില്ല. ഇട്ട് മൂടാനുള്ള സ്വത്തുണ്ട്, പറഞ്ഞിട്ടെന്ത് കാര്യം? തന്ത മരണപ്പെടുമ്പോൾ ചിതയൊരുക്കേണ്ട മകൻ്റെ ചിതയ്ക്ക് അപ്പനിപ്പം നേതൃത്വം വഹിക്കേണ്ട ഒരു കാലഘട്ടവും ഗതികേടുമാണ്. മനോജ് കുമാറിൻ്റെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ദീപം FIS ചാനൽ. നന്ദി, നമസ്കാരം.